മണ്ണിനടിയിലുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായി പരിശീലനം നേടിയ നായകളുടെ സേവനവും വയനാട്ടിൽ സജ്ജമാണ്. ഈ നായകളെ ഉപയോഗിച്ചുകൊണ്ടും സേവനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ദുരന്തഭൂമിയിലെ ഏറ്റവും സവിശേഷ സാന്നിധ്യമാണ് കേണൈൻ സ്ക്വാഡ്, അതായത് ഡോഗ് സ്ക്വാഡ്. ഇവർ ഭൂമിക്കടിയിലുള്ള മനുഷ്യന്റെ അവശിഷ്ടമാവട്ടെ എന്തെങ്കിലും ആവട്ടെ അത് കൃത്യമായി മണം പിടിച്ച് അതിന്റെ സ്ഥാനം അവർക്ക് കണ്ടെത്താനാകുമെന്നാണ് പ്രത്യേകത. അത് ഇപ്പോൾ തെരച്ചിൽ വലിയ തോതിൽ തന്നെ അത് സഹായകമാകുന്നുണ്ട്. ഇതുവരെ എത്ര മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കണ്ടെത്തും? ഇപ്പോൾ നമ്മൾ ഇന്നലെ ഏകദേശം ഒരു 4-5 മൃതദേഹങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ 3-4 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഡ്യൂട്ടി ചെയ്തത് ആ കാണുന്ന സ്ഥലത്താണ്. അവിടെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് സ്മെല്ല് ഡോഗ് ഡിറ്റക്ട് ചെയ്ത് അവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ബോഡി കിട്ടി. അപ്പോൾ ഇനിയും അതിനുശേഷം ആ ബോഡി എടുത്തതിന് ശേഷം വീണ്ടും അത് തിരയുന്ന സാഹചര്യത്തിൽ വീണ്ടും ഡോഗ് ബാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനർത്ഥം വീണ്ടും അവിടെ ബോഡിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ്. എങ്ങനെ അതിന്റെ ബാർക്ക് ചെയ്യണോ? ഇത് ഈ സാഹചര്യത്തിൽ ബാർക്ക് ചെയ്യും. ചില സമയത്ത് അത് നമുക്ക് ഇതിനോട് ദൈനംദിനം ഇതിനോട് ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു ടാർഗറ്റ് കാണുമ്പോൾ അത് ഏത് രീതിയിൽ പെരുമാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 നായ്ക്കളാണ്. ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടിക്കുള്ള 3 നായ്ക്കളാണ്. അതിനകത്ത് മാഗി, ഇത് മർഫി, പിന്നെ താഴെ മായ. അതിലെ മായക്കും താഴെന്ന് ഒരു ബോഡി വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്? അല്ലല്ല, ഇത് 2 ഡോഗുകൾ. ഈ കാണുന്ന 2 മായയും മർഫിയും ബെൽജിയം മെൽനസ് ഡോഗുകളാണ്. അത് കെഡാവർ വിഭാഗത്തിൽപ്പെടുന്ന ഡോഗാണ്. ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽപ്പെടുന്ന ഡോഗാണ്. ജീവനുള്ളതിന് ഇത്തരം മേഖലകളിൽ മനുഷ്യന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾക്ക് ഇത്തരം നായ്ക്കളുടെ സാന്നിധ്യമാണല്ലോ വലിയ തോതിൽ സഹായകമാകുന്നത്. മുമ്പ് പലയിടത്തും ഈ സംവിധാനം കൊണ്ട് തെരച്ചിലൊക്കെ നേട്ടമുണ്ടാക്കി. അതിനേക്കാളും വളരെ ഡിഫിക്കൽട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾ പെട്ടിമുടിയിൽ വർക്ക് ചെയ്യാറുണ്ട്. അവിടെയും അതിൽ കൊക്കയാറും അതിൽ നിന്ന് തികച്ചും വളരെ ഡിഫറൻ്റ് ആയിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ. കാരണം ഇത്രയും ഏരിയൊന്നും ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം പെട്ടുമുടിയായാലും കൊക്കയാറാണെങ്കിലും ഇത്രയും മരണനിരക്കും അവിടെ ഇല്ല. ഇത് നമ്മൾ നോക്കാൻ നേരത്ത് ഏകദേശം ഒരു 1.5-3 കിലോമീറ്ററോളം ആ ജനവാസ യോഗത്തിലൂടെ നടന്നു പോയിക്കണം. ഇനിയും താഴേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കെഡാവർ ഡോഗ് ഉണ്ട്. അത് ഇടുക്കിയിലാണ്. അത് നമ്മളെ മലപ്പുറത്ത് താഴെ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര അടി ആഴത്തിൽ വരെ? അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈ ലാൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30 അടി താഴ്ചയിലൊക്കെ നമുക്ക് സ്മെൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതിനേക്കാളും ടഫാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമുണ്ട്, ചെളിയാണ്. അപ്പോൾ നമുക്ക് സ്മെല്ലിൻ്റെ ഇത് സ്പ്രെഡ് ആകും. നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ. 90% സാധ്യതയാണല്ലേ? അല്ല, 90 സ്മെല്ല് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നെങ്കിൽ നമുക്ക് എവിടെ 100% നമുക്ക് റിസൾട്ട് കിട്ടും. അത് ആ കാര്യത്തിൽ ഇത് റെസ്ക്യൂ ഇതാണ്. അതായത് ആളുകൾ ജീവനോടെ ലൈവ് ബോഡി ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ അത് എങ്ങനെയാ അത് അറിയുന്നത്? പെരുമാറ്റത്തിലും അതുപോലെ തന്നെ ഇങ്ങനെ മാന്തും, പിന്നെ കുരയ്ക്കും. അതന്നെ വാലാട്ടിക്കൊണ്ട് മാന്തും. ഇവിടെ ദൗർഭാഗ്യത്താൽ ഇവിടെ കിട്ടിയിട്ടില്ല. അതെ, ഫസ്റ്റ് ഡേയ്സൊക്കെ നമുക്ക് വളരെ ദുഷ്കരമായിരുന്നു. കാലാവസ്ഥ മൊത്തം നമുക്ക് പ്രതികൂലമായിരുന്നു. ആഴ്ച സ്ഥലം നമ്മൾ വിട്ടപ്പോൾ താഴ്ന്നു പോകുന്ന അവസ്ഥയായിരുന്നു. അതിന്റെ ജീവൻ പോലും നമുക്ക് ഇത് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗ് ബ്ലഡിന്റെ അംശങ്ങൾ അവർ ഡിറ്റക്ട് ചെയ്യും. ലൈവ് ബ്ലഡ് ഡിറ്റക്ട് ചെയ്യും. അതായത് നമുക്ക് ഈ യന്ത്രത്തെക്കാളൊക്കെ ആശ്രയിക്കാൻ കഴിയുന്ന നമ്മളെക്കാളൊക്കെ സ്മെല് ചെയ്യാൻ കഴിവുള്ളൊരു വിഭാഗമാണ് ഡോഗുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ പൂർത്തിയായതിനു ശേഷം കൂടുതൽ ഇവിടെ സംവിധാനം എത്തിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇനി കൂടുതൽ ഡോഗുകൾ 3 ഡോഗുകളാണ്, മൊത്തം 5 ഡോഗുകളാണ് ഇതിന് നമുക്ക് കേരളത്തിലുള്ളത്. ആ ഡോഗുകളെല്ലാം തന്നെ വർക്കിംഗിലാണ്. മിഷൻ പൂർത്തിയാക്കിയല്ലേ? ശരി. ഈ ഒരു മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവരുടെ സാന്നിധ്യം. കാരണം ഇതുവരെ കണ്ടെത്തിയ ഇടങ്ങളിലൊക്കെ, ഇവർ തെരഞ്ഞ ഇടങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്നാണെങ്കിലും ആ ഒരു ഡോഗ് സ്ക്വാഡിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് സാഹചര്യം. അങ്ങനെ പല സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്താൻ അത്തരം സാധ്യതകൾ ഉപയോഗിക്കുകയാണ്. കാരണം ഇത്തരം സ്നിപ്പർ ഡോഗുകൾ സ്ഥലത്ത് വന്ന് അവർ പരിശോധന നടത്തി മൃതദേഹ സാന്നിധ്യം, അങ്ങനെ മണ്ണിനടിയിൽ എന്തെങ്കിലും സംശയകരമായ സാന്നിധ്യം കണ്ടെത്തിയാൽ പിന്നെ അവിടെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുള്ള പരിശോധനയിലൂടെ അത് തിരിച്ചെടുക്കുക എന്നതാണ്. പലപ്പോഴും നമ്മുടെ ഈ അപകടം, ഇത്തരം മാസീവായ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ എത്ര പേർ കുടുങ്ങി എന്നതിൻ്റെ കണക്കെടുപ്പ് വളരെ ബുദ്ധിമുട്ടാവുന്നു. കാരണം അത് സംബന്ധിച്ച് കണക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നവരെല്ലാവരും തന്നെ അപകടത്തിൽപ്പെട്ടു എന്നതാണ് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം.